So, now we are going to discuss regarding the next topic, that is CPU scheduling. എങ്ങനെയാണ് പ്രോസസ്സുകൾക്ക് സി പി യുവിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്, ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് we are going to discuss in this session. So, CPU scheduling, it's again a fundamental concept in operating system. So, this scheduling of the CPU, it's again a critical as well as a fundamental concept in OS that aimed at optimizing the performance of a computer's CPU by determining which process should run at any given time. So, the primary objective is to ensure efficient CPU utilization, minimal waiting time and fairness among processes. എത്രയും എഫക്റ്റീവായിട്ട്, എത്രയും ആപ്റ്റിമൈസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സി പി യുവിനെ പൂൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുന്നു. എങ്ങനെ പ്രോസസ്സുകൾക്ക് സി പി യുവിൻ്റെ ടൈം യൂസ് ചെയ്യാം അല്ലെങ്കിൽ സി പി യുവിനെ ഉപയോഗിക്കാം, എഫക്റ്റീവായിട്ട് സി പി യുവിനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനെ റിലേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത് ദിസ് സി പി യു ഷെഡ്യൂളിംഗ്. റൈറ്റ്? സോ അപ്പം ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം എന്നുണ്ടെങ്കിലാണ് പ്രോസസ്സുകൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് സി പി യുവിനെ ഉപയോഗിക്കണം, ഏറ്റവും ഫെയർ മീൻസിൽ പ്രോസസ്സുകൾക്ക് ഉപയോഗിക്കണം, വെയിറ്റ് ടൈം കുറച്ച് ഉപയോഗിക്കണം, അതായത് പരസ്പരം ഒത്തിരി വെയിറ്റ് ചെയ്യാതെ എല്ലാവർക്കും അവസരം ഉണ്ടാകണം. ആ രീതിയിൽ ആരെ കിട്ടണം, സി പി യുവിനെ എല്ലാവർക്കും എല്ലാ പ്രോസസ്സുകൾക്കും കിട്ടണം. അപ്പോൾ അതിന് നമ്മൾക്ക് ആ കോൺസെപ്റ്റ് നമ്മൾ വിളിച്ച പേരെന്താണ്? വി കോൾ ദാറ്റ് കോൺസെപ്റ്റ് as was CPU scheduling. Now let's see what are the CPU scheduling algorithms. ഇതിനെ നമ്മളെ സഹായിക്കുന്ന കുറച്ച് അൽഗോരിതംസ് ഉണ്ട്. So the first one, first come first serve, FCFS. The next one is shortest job next or shortest job first. നമുക്ക് ആ കാറ്റഗറിയിൽ വരുന്ന ഓരോ അൽഗോരിതംസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. So the first category, first come first serve. ആ ടേം തന്നെ നിങ്ങൾക്കറിയാം. പ്രോസസ് ആരാണ് ആദ്യം വരുന്നത്, അവർക്ക് സി പി യുവിനെ നമ്മൾ കൊടുക്കണം, അല്ലെ സി പി യുവിനെ യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ദാറ്റ് ഈസ് FCFS. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ വൺ, വളരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആണ്. സോ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ പ്രോസസ്, അതേ ഓർഡറിൽ എന്ത് ചെയ്യുന്നു, അതിന് സി പി യുവിനെ യൂസ് ചെയ്യാൻ പറ്റുന്നു, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും വെരി സിമ്പിൾ ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദാറ്റ്സ് എ പോസിറ്റീവ് സൈഡ് ഓർ ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് വൺ, ദ പ്രോസ് ഓഫ് ദിസ് വൺ. അതിൻ്റെ ഒരു കോൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ലീഡ് ടു കോൺവേ എഫക്റ്റ്. കോൺവേ എഫക്റ്റ് ലീഡ് ചെയ്യാം. അതാണ് ഏതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ പറയുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, പക്ഷേ അതിൻ്റെ മീനിങ് എന്നറിയാം, ഷോർട്ടറായിട്ടുള്ള പ്രോസസ്സുകൾ വെയിറ്റ് ഫോർ ലോങ്ങർ പ്രോസസ്സസ്. അപ്പം ഈ ഷോർട്ടർ പ്രോസസ്സസ് വെയിറ്റ് ഫോർ ലോങ്ങർ, കുറേ സമയം ഷോർട്ടർ പ്രോസസ്സുകൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസരങ്ങൾ വന്നേക്കാം. അപ്പം നമുക്കറിയാം, ഇപ്പം നമുക്ക് കുറേ പ്രോസസ്സുകളുണ്ട്. വി സേ ഇറ്റ് ഈസ് P1 to P3 അല്ലെ P5. വി ടേക്ക് P1, P2, P3, P4, P5. P1 ഉണ്ട് അതിന്. അപ്പം ഏതാണ്, അപ്പം വന്ന ഓർഡർ ഏതാണ്? P1 വന്നു, പിന്നെ P2 വന്നു, P3 വന്നു, P4 വന്നു, P5 വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ P1 എക്സിക്യൂട്ട് ചെയ്തു, അത് കഴിഞ്ഞ് P2, അത് കഴിഞ്ഞ് P3, അത് കഴിഞ്ഞ് P4, അത് കഴിഞ്ഞ് P5. അപ്പം P1 കൂടുതൽ സമയം എടുക്കുകയാണ്. അതിലും കുറച്ച് സമയം കൊണ്ട് P2 to P5 നമുക്ക് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിലോ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ആരെ യൂസ് ചെയ്യാൻ പറ്റിയേനെ, നമ്മുടെ സി പി യുവിൻ്റെ ടൈം യൂസ് ചെയ്യാൻ പറ്റിയേനെ. അപ്പം പക്ഷെ നമ്മളിപ്പം ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആകുമ്പോൾ അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത്. നോ കണ്ടീഷൻ, വിച്ച് പ്രോസസ് കെയിം ഫസ്റ്റ്, ദാറ്റ് ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ സി പി യു. സി പി യുവിനെ യൂസ് ചെയ്യാം. അതാണ് അതിൻ്റെ. അപ്പം അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോൺവേ എഫക്റ്റ് തന്നെയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണെന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെരി ഈസി ടു ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യത്തെ അൽഗോരിതം നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഇനി രണ്ടാമത്തെ അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ജോബ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. വന്നിരിക്കുന്ന പ്രോസസ്സുകളിൽ ഏറ്റവും കുറച്ച് ടൈം ആർക്കാണ് വേണ്ടത്, അവർക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നു. സോ നോക്കി, ദ പ്രോസസ് വിത്ത് ദ സ്മോളസ്റ്റ് എക്സിക്യൂഷൻ ടൈം ഈസ് സെലക്ടഡ് നെക്സ്റ്റ്. അതാണ് നമ്മൾ പറയുന്നത് ഏതാണ്? ഷോർട്ടസ്റ്റ് ജോബ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. നമുക്ക് കുറേ പ്രോസസ്സുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞ സമയങ്ങൾ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഷോർട്ടസ്റ്റ് ജോബ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് അൽഗോരിതം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ടു നോ അബൌട്ട് ദ ബേസ്റ്റ് ടൈം ഇൻ അഡ്വാൻസ്. ഇതിൻ്റെ ബേസ്റ്റ് ടൈം ഒക്കെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ട് ആരും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷോർട്ടസ്റ്റ് ജോബ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞ അൽഗോരിതം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും.
അപ്പം രണ്ട് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ദ ഫസ്റ്റ് വൺ ഈസ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഷോർട്ടസ്റ്റ് ജോബ് നെക്സ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ഷെഡ്യൂളിംഗ് അൽഗോരിതം ഒന്ന് നോക്കാം. ദ നെക്സ്റ്റ് വൺ ഈസ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. അല്ല, ആ ടേം നമ്മൾ ഇതിനു മുമ്പും കേട്ടായിരുന്നു. സോ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് മീൻസ് വാട്ട്? ഈച്ച് പ്രോസസ് ഈസ് അസൈൻഡ് എ പ്രയോറിറ്റി. ഓരോ പ്രോസസ്സുകൾക്കും ഒരു പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നു. എന്നിട്ട് ഹൈ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ളതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോസസ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സറിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് വൺ വി കോൾ ബൈ ദി നെയിം as priority scheduling. So each process is assigned a priority and the CPU is allocated to the process with the highest priority. നമുക്ക് 3 പ്രോസസ്സുകളുണ്ട്. സോ അതിന് പ്രയോറിറ്റി ലെവൽ അസൈൻ ചെയ്യുന്നു. ഹൈ പ്രയോറിറ്റി ഉള്ളതനുസരിച്ച് അപ്പോൾ പ്രയോറിറ്റി കൂടിയത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? CPU ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. സോ ദാറ്റ് വൺ വി കോൾ ബൈ ദ നെയിം as പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രോസസ്സ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് ആ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചതാണ്. സ്റ്റാർവേഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. എന്താണ്? ഹൈ പ്രയോറിറ്റി ഉള്ളവർ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യില്ല, പ്രോസസ്സറിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ലോ പ്രയോറിറ്റി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു? പ്രോസസ്സറിനുള്ള എക്സിക്യൂഷൻ നടക്കാതെ വരുന്നു. ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഡെഫിനൈറ്റ് ടൈം അത് എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. സോ ദാറ്റ് സിറ്റുവേഷൻ വിൽ ഒക്കേഴ്സ്. അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? വി കോൾ ദാറ്റ് സിറ്റുവേഷൻ as what? സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞു. ആ സ്റ്റാർവേഷൻ ഉള്ള പോസിബിലിറ്റി, ദാറ്റ് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിച്ച് വൺ? ദിസ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് ഏതെന്ന് പറയുന്നത് ഷെഡ്യൂളിങ്ങിനകത്ത് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. അത് നമ്മൾ വേറെ ഒന്നുമല്ല, ഈച്ച് പ്രോസസ് ഈസ് അസൈൻ എ ഫിക്സഡ് ടൈം, ഒരു ക്വാണ്ടം ഓഫ് ടൈം നമ്മൾ അലോട്ട് ചെയ്യും. ആൻഡ് ദ പ്രോസസ് ആർ ഷെഡ്യൂൾഡ് ഇൻ എ സൈക്ലിക് ഓർഡർ. പ്രോസസ്സുകളെ ഒരു സൈക്ലിക് ഓർഡറിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. എന്നിട്ട് ഇതിനെല്ലാം ഒരു ടൈം സ്ലൈസ് കൊടുക്കും. അവനവൻ്റെ ക്വാണ്ടം ഓഫ് ടൈമിലെ ടൈം സ്ലൈസിൽ എന്ത് ചെയ്യാം? ദേ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ പ്രോസസ്സറിനെ ഉപയോഗിച്ച് അവർക്ക് അവരുടെ ടാസ്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വൺ വി കോൾ ബൈ ദി നെയിം as what? റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. അപ്പോൾ ഇവിടുത്തെ കുറച്ചും കൂടെ എന്താണ്? ഫെയർനെസ് ആൻഡ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ടൈം ഷെയറിംഗ് സിസ്റ്റം. ടൈം ഷെയറിംഗ് സിസ്റ്റത്തിൽ ഇത് കുറച്ചും കൂടെ നല്ലതാണ്. ഇത് കുറച്ചും കൂടെ നല്ല ഫെയർ, നമ്മൾ കേട്ട അൽഗോരിതം വെച്ച് വൺ ഓഫ് ദ ഫെയർനെസ് ഉള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ദാറ്റ് എൻഷ്യൂർ ഫെയർനെസ്, കുറച്ചും കൂടെ ഒരു നല്ല കാറ്റഗറി അൽഗോരിതമാണ് ഏതെന്ന് പറയാം? റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്സ് പറഞ്ഞ എന്താണ്? കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഓവർഹെഡ് ക്യാൻ ബി ഹൈ ഇഫ് ദ ടൈം ക്വാണ്ടം ഈസ് ടു ഷോർട്ട്. അപ്പോൾ നമ്മൾ അലോട്ട് ചെയ്ത ആ ഒരു ടൈം ക്വാണ്ടം, എത്ര ക്വാണ്ടം ഓഫ് ടൈം, എത്ര ടൈം സ്ലൈസ് ആണോ നമ്മൾ ഓരോ പ്രോസസ്സിനും അലോട്ട് ചെയ്യുന്നത്, ദാറ്റ്സ് അഗൈൻ വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അപ്പം ആ ഒരു കാര്യവും കൂടി നമ്മൾ എൻഷുർ ചെയ്യണം. ദാറ്റ് വൺ ഈസ് ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിച്ച് വൺ? റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. റൗണ്ട് റോബിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്ത ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം ഉണ്ട്. സോ ദാറ്റ് വൺ വി കോൾ ബൈ ദി നെയിം as മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ്. ഈ മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ആർ ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ക്യൂസ് ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് പ്രോസസ്സുകളെ പല ക്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈച്ച് ക്യൂ ഹാസ് ഇറ്റ്സ് ഓൺ ഷെഡ്യൂളിംഗ്. എന്നിട്ട് ഓരോ ക്യൂവിനും എന്തുണ്ടാവും? അതിൻ്റേതായിട്ടുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതം ഉണ്ടാവും. ആ കാറ്റഗറി ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ്. അപ്പം നമുക്കുള്ള പ്രോസസ്സുകൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച്, അതിൻ്റെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് നമ്മൾ പല ക്യൂകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ ക്യൂവിനും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ടാകും? ഷെഡ്യൂളിംഗ് അൽഗോരിതം യൂസ് ചെയ്യുന്നു. സോ ദാറ്റ് വൺ വി കോൾ ബൈ ദി നെയിം as മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ്. ദെൻ അടുത്ത ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം ഏതാണ്? മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ്. സംവാട്ട് സിമിലർ ടു ദ എബോവ്. അത് തൊട്ടു മുമ്പ് പറഞ്ഞ മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് പോലെയാണ്. ബട്ട് ദ പ്രോസസ് ക്യാൻ മൂവ് ബിറ്റ്വീൻ ക്യൂസ് ബേസ്ഡ് ഓൺ ദർ ബിഹേവിയർ ആൻഡ് നീഡ്സ്. പ്രോസസ് നമ്മൾ പറഞ്ഞു, ആദ്യത്തെ മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് വരുമ്പോൾ പ്രോസസ്സുകൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഫോർഗ്രൗണ്ടും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ക്യൂകളാണ് പല ക്യൂവിലേക്ക് നമ്മൾ ഇടുന്നു, റൈറ്റ്? എന്നാൽ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് സംവാട്ട് സിമിലർ ടു ദിസ് മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ്. അതുപോലെ തന്നെയാണ്, പക്ഷെ അവിടുത്തെ ഒരു ഡിഫറൻസ് പറഞ്ഞത് ദ പ്രോസസ് ക്യാൻ മൂവ് ബിറ്റ്വീൻ ക്യൂസ് ബേസ്ഡ് ഓൺ ദെയർ ബിഹേവിയർ. പല ക്യൂകളുണ്ട്, പല ക്യൂകൾക്കകത്താണ് എന്ത് വരുന്നത്? ഈ പ്രോസസ്സുകൾ വരുന്നത്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എവിടെ വരുന്നുണ്ട്? വി ഹാവിംഗ് an option for that is multi level feedback queue scheduling. So these are the different scheduling algorithms available. അപ്പോൾ നമ്മൾ പഠിച്ചു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്,
അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ 2 അൽഗോരിതം പഠിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പഠിച്ച അൽഗോരിതം ഏതാണ്? പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് പഠിച്ചു. ദെൻ വി ഗോ വിത്ത് റൗണ്ട് റോബിൻ. അപ്പം ഒരു മിനിമം ഒരു 4 ഷെഡ്യൂളിംഗ് അൽഗോരിതം എങ്കിലും അറിയണം. അപ്പം നമുക്കറിയാം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ദ ടേം ഇറ്റ് സെൽഫ്, ആദ്യം വരുന്നവൻ ആദ്യം എക്സിക്യൂട്ട്. സോ വിച്ച് പ്രോസസ് കമ്മിങ് ഫസ്റ്റ് ദാറ്റ് ഗെറ്റ് ദ ചാൻസ് ടു ഗെറ്റ് എക്സിക്യൂട്ടഡ്. അതിനെന്ത് ചെയ്യാം? നമ്മുടെ പ്രോസസ്സറിനെ യൂട്ടിലൈസ് ചെയ്യാം. തിരിഞ്ഞു പോകേണ്ട, പ്രോസസ്സർ യൂട്ടിലൈസേഷൻ. റൈറ്റ്. സോ ഫസ്റ്റ് കം ഫസ്റ്റ്. രണ്ടാമത്തത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഏറ്റവും കുറഞ്ഞ എക്സിക്യൂഷൻ ടൈം ആർക്കാണോ വേണ്ടത് അവനെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ് വൺ വി കോൾ ബൈ ദ നെയിം as ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ആ അൽഗോരിതം പറഞ്ഞു. അടുത്തെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോസസ്സുകൾക്ക് എന്ത് ചെയ്തു? ഒരു പ്രയോറിറ്റി അസൈൻ ചെയ്തു. ഹൈ പ്രയോറിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവിടെ സ്റ്റാർവേഷൻ എഫക്റ്റ് വരാം. പിന്നെ നമ്മൾ പറഞ്ഞു റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് പറഞ്ഞു. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗിനകത്ത് അത് കുറച്ചുകൂടെ ഒരു ഫെയർ അൽഗോരിതമാണ്, ഒരു ദാറ്റ് എൻഷ്യൂർ ഫെയർനെസ്. പിന്നെ എന്താ? ഒരു ടൈം സ്ലൈസ് ഉണ്ടാകും. ഇറ്റ് ഷുഡ് ബി അറേഞ്ച് ഇൻ എ സർക്കുലർ മാനർ. അവനവൻ്റെ ടൈം സ്ലൈസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സുകൾക്ക് പ്രോസസ്സറിനെ യൂട്ടിലൈസ് ചെയ്യാം. സോ ദാറ്റ് അൽഗോരിതം വി കോൾ ബൈ ദ നെയിം as റൗണ്ട് റോബിൻ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ച 2 more advanced algorithms is multi level queue scheduling. നമുക്ക് തന്നിരിക്കുന്ന പ്രോസസ്സുകളുടെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് പല ക്യൂകളിലേക്ക് നമ്മൾ ഇടുന്നു. എന്നിട്ട് ആ ഓരോ ക്യൂകൾക്കും എന്തുണ്ടാകും? ദേ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദെയർ ഓൺ ഷെഡ്യൂളിംഗ് അൽഗോരിതം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? മൾട്ടി ലെവൽ ഷെഡ്യൂളിംഗ് എന്ന് വിളിച്ചു. The next one is multi-level feedback queue scheduling. അപ്പം ഈ multi-level feedback queue scheduling എന്ന് പറഞ്ഞാൽ it is similar to which one? This multi-level queue scheduling. Multi-level queue scheduling പോലെ തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയാം? The process can move in between queue. ക്യൂവിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്രോസസ്സുകൾക്ക് മൂവ് ചെയ്യാൻ ബേസ്ഡ് അപ്പോൺ ദെയർ ബിഹേവിയർ ആൻഡ് നീഡ്സ്. സോ ദാറ്റ്സ് എ ഹൈലൈറ്റ് ഓഫ് വിച്ച് വൺ? മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ്. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു നോ വാട്ട് ഈസ് CPU ഷെഡ്യൂളിംഗ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അൽഗോരിതംസ് വി ആർ യൂസിംഗ് ഫോർ CPU ഷെഡ്യൂളിംഗ്. നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. So the first question is, listen and look, which of the following scheduling algorithms could result in starvation? Starvation എന്നുള്ള ടേം കേട്ടാൽ അപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും എന്താണ്? പ്രയോറിറ്റി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോയ്സ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കം ഫസ്റ്റ്, ഷോർട്ടസ്റ്റ് ജോബ് നെക്സ്റ്റ്, റൗണ്ട് റോബിൻ, നൺ ഓഫ് ദി അബവ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂളിംഗ് അൽഗോരിതം കുഡ് റിസൾട്ട് ഇൻ സ്റ്റാർവേഷൻ? സോ നമുക്കറിയാം ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അല്ലേ? അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണോ? അല്ല. ഈ തന്നിരിക്കുന്ന ചോയ്സിനകത്ത് നമുക്കറിയാം ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ ചെറിയ ആൾക്കാരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ സമയം എടുക്കുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വിച്ച് വൺ ഇസ് റൈറ്റ് ആൻസർ ഫ്രം ദിസ്. ഈ തന്നിരിക്കുന്നതിനകത്ത് ഷെഡ്യൂളിംഗ് അൽഗോരിതം റിസൾട്ട് ഇൻ സ്റ്റാർവേഷൻ, ഇറ്റ് ഈസ് ഷോർട്ടസ്റ്റ് ജോബ് നെക്സ്റ്റ്. അത് തന്നെയാണ്. ഇനി in which CPU scheduling algorithm does each process get executed in a cyclic order? നമ്മൾ ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം പഠിച്ചപ്പം ടൈം സ്ലൈസ് ഉണ്ട്, ഒരു സൈക്ലിക് മാനറും പറഞ്ഞു. അതേതാണ്? റൗണ്ട് റോബിൻ. സോ ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് വൺ ഈസ്, നോക്കിയേ, വിച്ച് CPU scheduling algorithm does each process get executed in a cyclic order? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണോ? അല്ല. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണോ? അല്ല. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണോ? അല്ല. സോ ദ ആൻസർ ഈസ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ 2 ഈസ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. Okay, now let's move to the question 3 or the third question. Which scheduling algorithm is designed especially for time sharing system? നമ്മൾ ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതത്തെ കുറിച്ച് പറഞ്ഞപ്പം തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു ഇത് ടൈം ഷെയറിംഗ് സിസ്റ്റത്തിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വിച്ച് വൺ? യു നോ ദ ആൻസർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് റൗണ്ട് റോബിൻ. നമുക്ക് തന്നിരിക്കുന്ന ചോയ്സ് എല്ലാം ഉണ്ട്. അതിൽ വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. ക്വസ്റ്റ്യൻ നല്ലോണം കേൾക്കണം. വിച്ച് ഷെഡ്യൂളിംഗ് അൽഗോരിതം ഈസ് ഡിസൈൻഡ് എസ്പെഷ്യലി ഫോർ ടൈം ഷെയർ? അപ്പോൾ ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം പഠിപ്പിച്ച സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അത് ടൈം ഷെയറിംഗ് സിസ്റ്റത്തിന് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏതാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ക്യാൻ ബി യൂസ്ഡ് specifically or especially for time sharing system. Okay, now the next question, in the context of CPU scheduling,
വാട്ട് ഡസ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് റെഫർ ടു? അപ്പം നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നുള്ള ഒരു ടേം നമ്മൾ എവിടെ പറഞ്ഞായിരുന്നു? അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു. നമ്മൾ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് 1 by 1 ആയിട്ട് പഠിച്ചു. അത് ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നുള്ള ടേം പറഞ്ഞായിരുന്നു. അവിടുത്തെ റൈറ്റ് ആൻസർ നമുക്ക് നോക്കാം. എ, സ്വിച്ചിങ് ഫ്രം വൺ ടാസ്ക് ടു അനദർ, saving the state of an old process and loading the state of a new process, switching from kernel mode to user mode, none of the above. So in the context of CPU scheduling, what does context switching refer to? Context switching എന്ന് പറഞ്ഞാൽ saving the state of an old process and loading the state of a new process. അതിനെ വിളിക്കുന്ന പേരാണ് we call by the name as context switching. അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? Context switching. അപ്പോൾ context switching എന്ന് പറഞ്ഞാൽ എന്താണ്? സേവിങ് ദ സ്റ്റേറ്റ് ഓഫ് ആൻ ഓൾഡ് പ്രോസസ്, ഓൾഡ് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റിനെ സേവ് ചെയ്തിട്ട് ആൻഡ് ലോഡിങ് ദ സ്റ്റേറ്റ് ഓഫ് എ ന്യൂ പ്രോസസ്, പുതിയ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റേറ്റിനെ നമ്മൾ ലോഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിച്ച പേരാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ച്. റൈറ്റ്, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂളിംഗ് അൽഗോരിതം അസൈൻസ് എ ഫിക്സഡ് പ്രയോറിറ്റി ടു ഈച്ച് പ്രോസസ്? അല്ലെ, ഒരു കാറ്റഗറി ഓഫ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു അത് പ്രയോറിറ്റീസ് അസൈൻ ചെയ്യും. അത് നമ്മൾ വിളിച്ച പേരെന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. നമ്മൾ നോക്കി ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണോ? അല്ല. ഷോർട്ടസ്റ്റ് ജോബ്? നോ. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്? യെസ്. റൗണ്ട് റോബിൻ? നോ. സോ ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 5 ഈസ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ് ആൻസർ എന്ന് നമ്മൾ പറഞ്ഞു. നൗ നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 6. അടുത്ത നമ്മളുടെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. Which scheduling algorithm is optimal in terms of minimizing the average waiting time? ഇതിനകത്ത് ആവറേജ് വെയിറ്റിംഗ് ടൈം ഒന്ന് ഒപ്റ്റിമൽ ആയിട്ട് ഉള്ള ഏത് ഷെഡ്യൂളിംഗ് അൽഗോരിതം? സോ വിച്ച് ഷെഡ്യൂളിംഗ് അൽഗോരിതം ഈസ് ഒപ്റ്റിമൽ ഇൻ ടേംസ് ഓഫ് മിനിമൈസിങ് ദ ആവറേജ് വെയിറ്റിംഗ് ടൈം? അപ്പം നമുക്കറിയാം വെയിറ്റിംഗ് നല്ല എക്സിക്യൂഷൻ ടൈം അനുസരിച്ച് നമ്മൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പം നമുക്ക് നോക്കി, ഇപ്പം നമുക്ക് 3-4 പ്രോസസ്സുകളുണ്ട് അല്ലെ. ചെറിയ എക്സിക്യൂഷൻ ടൈം വേണ്ടതിന് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നമ്മൾ കൂടുതൽ ടൈം വേണ്ടതിന് പിന്നെ എക്സിക്യൂട്ട്. അപ്പം നമുക്കറിയാം കൂടുതൽ പ്രോസസ്സുകൾ എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് 5 പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ 3 എണ്ണവും വളരെ കുറഞ്ഞ ടൈം എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നവയാണ്. അടുത്തത് കുറച്ചും കൂടെ ടൈം എടുക്കുന്നതാണെങ്കിൽ എന്താണ്? ആദ്യം എന്ത് ചെയ്ത് കുറഞ്ഞ ടൈം എടുക്കുന്നവകളെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുന്നു. അപ്പം നമുക്കറിയാം ദ ആവറേജ് വെയിറ്റിംഗ് ടൈം ക്യാൻ ബി ഒന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റി. സോ വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ദാറ്റ് ഈസ് ബി. ബി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞു. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂൾ, അപ്പം മൾട്ടി ലെവൽ ക്യൂ, അപ്പം ഒന്നിലധികം ലെവൽസ്, മൾട്ടിപ്പിൾ ക്യൂ വരുന്നു. എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഫോർഗ്രൗണ്ടിനെയും ബാക്ക്ഗ്രൗണ്ടിനെയും ബേസ് ചെയ്ത് നമുക്ക് നോക്കാം എന്താണ്. ഇൻ മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് ഹൗ ആർ പ്രോസസ്സസ് ഗ്രൂപ്പ്ഡ്? മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ നമ്മൾ പറഞ്ഞു പല ഗ്രൂപ്പുകളായിട്ട് അല്ലെ പല ക്യൂസിലേക്കാണ് പ്രോസസ്സുകൾ വരുന്നത്. എന്ത് ബേസ് ചെയ്തിട്ടാ? നമുക്കറിയാം ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. നോക്കാം. ബേസ്ഡ് ഓൺ ദെയർ പ്രയോറിറ്റി? നോ. Based on their burst time? No. Based on their arrival time? No. Based on their characteristics such as foreground and background. So which based upon what? Based upon their characteristics, that is foreground and background. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതിനകത്ത് വരുന്നത്? മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിങ്ങിനകത്ത് വരുന്നത്. ഇനി വാട്ട് ഈസ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം? എന്തായിരിക്കും? വാട്ട് ഈസ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്? അതെന്തിലേക്ക് വരും എന്ന് പറഞ്ഞു? കോൺവേ എഫക്റ്റ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ഇപ്പം കൂടുതൽ ഇപ്പം നമുക്ക് കുറേ പ്രോസസ്സുകളുണ്ട്. ആദ്യം വന്നതിനെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ചില ആൾക്കാർ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു പിന്നെ വന്നതായതുകൊണ്ട് ദാറ്റ് വിൽ റിസൾട്ട്സ് ഇൻ വാട്ട്? കോൺവേ എഫക്റ്റ്. കോൺവേ എഫക്റ്റിൽ എൻഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് എ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിച്ച് വൺ? ദിസ് ഫസ്റ്റ് കം ഫസ്റ്റ് സേവ് എന്ന് പറയുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് സേവ് FCFS എന്ന് പറയുന്ന നമ്മളുടെ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ ഡിസഡ്വാൻറ്റേജ്. Next, in which type of scheduling does the process with the least amount of remaining time get selected next? ആ ടേമിൽ തന്നെയുണ്ട്. കുറഞ്ഞ സമയമുള്ളതിനെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏതാണ്? ഏത് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്? The term itself, the shortest job first. So the answer is the shortest job first.
അതാണ് നമ്മുടെ or so in which type of scheduling does the process with the least amount of remaining time least amount of remain അതായത് നമുക്കറിയാം ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് അറിയാം നമ്മളുടെ പ്രോസസ്സുകളിലെ എക്സിക്യൂഷൻ ടൈം കുറഞ്ഞ ആൾക്കാരെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല വിച്ച് ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് ഡസ് ദ പ്രോസസ് with the least amount of remaining time get selected least amount of remaining time ആകുമ്പോൾ it's a shortest remaining time SRT എന്ന് പറയുന്ന തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് not shortest job first it is a shortest remaining time അതാണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ട ആൻസർ next which scheduling algorithm allows a process to be preempted and move back of the queue if a higher priority process ഏതായിരിക്കും preemptive priority ആ ടേം തന്നെ വന്നു നോക്കിയേ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയേ വിച്ച് ഷെഡ്യൂളിംഗ് അൽഗോരിതം അലൗസ് എ പ്രോസസ് ടു ബി പ്രിയംപ്റ്റ് ചെയ്യണം ആൻഡ് മൂവ് ടു ദ ബാക്ക് ഓഫ് ദ ക്യൂ ഇഫ് എ ഹയർ പ്രയോറിറ്റി പ്രോസസ് ഒരു ഹയർ പ്രയോറിറ്റി ഉള്ള ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ ഏത് അൽഗോരിതമാണ് പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ഇപ്പോൾ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു CPU-നെ ഒരു പ്രോസസ്സ് the process is making use of or it's utilizing the CPU cycles യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഹൈ പ്രയോറിറ്റി ഉള്ളതിനെ വരുമ്പോൾ ഇതിനെ പ്രിയംപ്റ്റ് ചെയ്യുന്നു ഇതിനെ റിലീസ് ചെയ്തിട്ട് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഏതായിരിക്കും ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് പ്രിയംപ്റ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് നമുക്ക് ഇവിടെ തന്നെ ടേംസ് വന്നിട്ടുണ്ട് പ്രിയംപ്റ്റീവ് പ്രയോറിറ്റി സോ ദാറ്റ് വിച്ച് വൺ ഇറ്റ് ഇസ് പ്രിയംപ്റ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അത് നമ്മൾ വിളിച്ച പേരെന്താണ് പ്രിയംപ്റ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് വിളിച്ചു ഓക്കെ സോ ദീസ് ആർ ദ കോൺസെപ്റ്റ്സ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതിനെക്കുറിച്ച് മനസ്സിലാക്കണം CPU ഷെഡ്യൂളിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ CPU ഷെഡ്യൂളിംഗ് അൽഗോരിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് സെഷൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് മെമ്മറി മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ മെമ്മറി മാനേജ്മെൻറ്റ് ഹൗ ടു മാനേജ് the computer's physical memory അല്ലേ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ വി ആർ ഹാവിങ് ദ ഫിസിക്കൽ മെമ്മറി നമ്മുടെ റാം എന്ന് പറയുന്നു വി കോൾ ഇറ്റ് എസ് പ്രൈമറി മെമ്മറി നമുക്കറിയാം വി ആർ ഹാവിങ് പ്രൈമറി മെമ്മറി വി ആർ ഹാവിങ് സെക്കൻഡറി മെമ്മറി ദിസ് പ്രൈമറി മെമ്മറി വി കോൾ ഇറ്റ് എസ് വോളറ്റൈൽ മെമ്മറി when the power is off or power is lost the content get erased അപ്പോൾ നമുക്കറിയാം നമുക്ക് ആ ഒരു മെമ്മറി ഹയറാർക്കിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലേ രജിസ്റ്റേഴ്സിൽ തുടങ്ങി അങ്ങ് താഴെ സെക്കൻഡറി വരെ വരുന്നു അപ്പോൾ നമുക്കറിയാം നമുക്ക് പലതരം രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഫാസ്റ്റസ്റ്റ് സ്റ്റോറേജ് ഓർ ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് സ്റ്റോറേജ് യു ക്യാൻ സീ ഓൺ പ്രോസസ്സറാണ് രജിസ്റ്റേഴ്സ് നമ്മൾ പലതരം രജിസ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു അല്ലേ R1 R2 R3 ദെൻ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് പ്രോഗ്രാം കൗണ്ടർ MAR MDR എന്നൊക്കെ പറഞ്ഞ് കുറച്ച് രജിസ്റ്റേഴ്സ് ഒക്കെ നമുക്കറിയാം പിന്നെ നമുക്കറിയാം ഇപ്പം ഒരു പ്രോസസ്സ് ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നമ്മൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം അല്ലേ സോ ഫോർ ദാറ്റ് നമുക്ക് കമ്പൈലേഷൻ്റെ ഫേസുകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മളത് കൃത്യമായിട്ടത് മനസ്സിലാക്കിയായിരുന്നു അപ്പം ഈ പ്രോഗ്രാമിനെ നമുക്ക് മെമ്മറിയിലേക്ക് കൊണ്ടുവരണം എവിടേക്ക് കൊണ്ടുവരണം വിച്ച് മെമ്മറി യു ഹാവ് ടു ബ്രിങ് ഇറ്റ് ടു യുവർ പ്രൈമറി മെമ്മറി അപ്പം പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നു ഡേറ്റ നോക്കും അല്ലെങ്കിൽ അത് പ്രൈമറി മെമ്മറിയിൽ അത് അവൈലബിൾ ആണോ നോക്കും ഇഫ് ഇറ്റ് ഇസ് അവൈലബിൾ വിത്ത് ദ പ്രൈമറി മെമ്മറി അത് നേരിട്ട് എടുത്ത് എന്ത് ചെയ്യാം ഇറ്റ് ക്യാൻ ഗെറ്റ് എക്സിക്യൂട്ടഡ് ഞാൻ ആ ഒരു കോൺസെപ്റ്റ് പറയാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രൈമറി മെമ്മറി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് സെക്കൻഡറി മെമ്മറി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് പിന്നെ വി ആർ ഹാവിങ് ദ കോൺസെപ്റ്റ് ഓഫ് ക്യാഷ് മെമ്മറി കൺഫ്യൂസ് ചെയ്യേണ്ട അല്ലേ അപ്പം പ്രോസസ്സർ പ്രൈമറി ഇൻ ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് പ്രൈമറി യു ആർ ഹാവിങ് ദ കോൺസെപ്റ്റ് ഓഫ് ക്യാഷ് മെമ്മറി കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ പലതരം ക്യാഷുകളുണ്ട് നമുക്ക് L1 ക്യാഷ് L2 ക്യാഷ് L3 ക്യാഷ് ഓക്കെ അപ്പം നമുക്കറിയാം നമ്മുടെ മെമ്മറി ഹയറാർക്കിയിൽ നിന്ന് താഴോട്ട് പോകും തോറും ദ സൈസ് വിൽ ഇൻക്രീസ് അപ്പോൾ നമുക്കറിയാം ക്യാഷ് മെമ്മറിയിലും സൈസ് കൂടിയ ആളാണ് പ്രൈമറി മെമ്മറിയിലും സൈസ് കൂടിയ ആളാണ് സെക്കൻഡറി എന്ന് പറയുന്നത് അപ്പോൾ താഴോട്ട് പോകും തോറും സൈസ് കൂടുന്നു മുകളിലേക്ക് വരും തോറും ആ ഒരു മെമ്മറി ഹയറാർക്കിയിൽ നമ്മൾക്കറിയാം ദ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ മെമ്മറീനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു സോ ദ മെമ്മറി മാനേജ്മെന്റ് ഇൻവോൾവ്സ് managing the computer's physical memory to optimize system performance and ensure the smooth execution of the process. For ensuring the smooth execution of process,
ദിസ് മെമ്മറി മാനേജ്മെൻറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. നമുക്കറിയാം പലപ്പോഴും നമ്മളൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് പറയും റാം പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ റാമിൻ്റെ കൃത്യമായിട്ട് നമുക്ക് റാം വേണ്ട രീതിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ പറയത്തില്ലേ അത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഇല്ലെങ്കിൽ ഇല്ല മീൻസ് ഇൻ വാട്ട് സെൻസ് നമുക്കത് ദ സൈസ് ഓഫ് ദറ്റ് റാം പറഞ്ഞില്ലേ. ഇപ്പോൾ നമുക്ക് പറയാം പ്രോഗ്രാം ഭയങ്കര സ്ലോ ആണ്, സിസ്റ്റം ഇറ്റ് ഗെറ്റിംഗ് സ്ലോ ബിക്കോസ് റാം സൈസ് ചെറുതാണ് അല്ലെ റാം കുറച്ച് മിനിമൽ ആണെന്ന് പറഞ്ഞപ്പം നമുക്ക് റാം കൃത്യമായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എങ്കിൽ മാത്രമേ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ലെവൽ ഒന്ന് ഓപ്റ്റിമൈസ്ഡ് ആകൂ. അത് മാത്രമല്ല നമ്മുടെ പ്രോസസ്സുകളൊക്കെ സ്മൂത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യത്തേ ഉള്ളൂ. സോ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ടു അലോക്കേറ്റ് മെമ്മറി ടു പ്രോസസ്, ensure effective utilization of available memory and handle memory allocation and deallocation dynamically. ഇതാണ് അതിൻ്റെ പർപ്പസ്. എന്തൊക്കെ ചെയ്യണം? മെമ്മറിനെ പ്രോസസ്സുകൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കണം, എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ എന്ത് വേണം? മെമ്മറി അലോക്കേഷനും ഡി അലോക്കേഷനും യു ഹാവ് ടു ഹാൻഡിൽ അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഡൈനാമിക്കലി. അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ടൊന്ന് നോക്കാം how this memory allocation or memory management is done in operating system. അപ്പം മെമ്മറി അലോക്കേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫിക്സഡ് പാർട്ടീഷനിങ്. നമ്മൾ അറിയണം ഫിക്സഡ് പാർട്ടീഷനിങ് എന്താണ്. ദെൻ യു ഹാവ് ടു നോ ഡൈനാമിക് പാർട്ടീഷനിങ്. ഫിക്സഡ് പാർട്ടീഷനിങ് അറിയണം, ദെൻ യു ഹാവ് ടു നോ വാട്ട് ഈസ് ഡൈനാമിക് പാർട്ടീഷനിങ്. ഡൈനാമിക് പാർട്ടീഷനിങ് എന്താണെന്ന് നമ്മൾ അറിയണം. ആ ടേം തന്നെയുണ്ട്. ഫിക്സഡ് പാർട്ടീഷനിങ് മീൻസ് വാട്ട്? യു ആർ ഡിവൈഡിങ് ഇൻടു ഫിക്സഡ് സൈസ് പാർട്ടീഷൻസ്. ഫിക്സഡ് സൈസ് ആയിട്ടുള്ള പാർട്ടീഷൻസ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻടു ഫിക്സഡ് സൈസ് പാർട്ടീഷൻ. ദെൻ ഈച്ച് പാർട്ടീഷൻ ക്യാൻ ഹോൾഡ് വൺ പ്രോസസ്. സോ മെമ്മറി അലോക്കേഷന് മെമ്മറി മാനേജ്മെൻറ്റ് നോക്കുന്നു. അതിൽ ആദ്യത്തെ ടേം മെമ്മറി അലോക്കേഷൻ ആണ്. വി ഹാവിംഗ് ടു കാറ്റഗറീസ്, ഫിക്സഡ് ആൻഡ് ഡൈനാമിക്. സോ ഫിക്സഡ് മെമ്മറി അലോക്കേഷൻ മീൻസ് യു ആർ ഡിവൈഡിങ് ദ മെമ്മറി ഇൻടു ഫിക്സഡ് സൈസ് പാർട്ടീഷൻ. ആ ഓരോ പാർട്ടീഷനകത്തും എന്താണ്? യു ക്യാൻ ഹോൾഡ് വൺ പ്രോസസ്, റൈറ്റ്? അതൊരു സിമ്പിൾ ഇംപ്ലിമെൻറ്റേഷൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഇൻഎഫിഷ്യൻറ്റ്. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഒരു പ്രോസസ്സിനെ നമ്മൾ അലോട്ട് ചെയ്യുന്നു, അതിന് വേണ്ടതിലും കൂടുതൽ മെമ്മറി ഉണ്ടെങ്കിൽ അത്രയും മെമ്മറി വേസ്റ്റ് ആകുന്നു. സോ ദാറ്റ് വിൽ ജനറേറ്റ് ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ഡൈനാമിക് പാർട്ടീഷനിങ്. ഡൈനാമിക് പാർട്ടീഷനിങ് അപ്പോൾ എന്താണ്? പാർട്ടീഷൻസ് ആർ ക്രിയേറ്റഡ് ഡൈനാമിക്കലി ബേസ്ഡ് അപ്പോൺ ദ പ്രോസസ് നീഡ്. പ്രോസസ്സിൻ്റെ ആവശ്യമനുസരിച്ച് പാർട്ടീഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. മറ്റേത് ഫിക്സഡ് സൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഓരോ പാർട്ടീഷനകത്തേക്ക് നമ്മൾ പ്രോസസ്സുകളെ ഹോൾഡ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം ചില പ്രോസസ്സുകൾക്ക് കുറച്ച് സ്പേസ് കുറവ് മതി, അപ്പം ബാക്കി മെമ്മറി സ്പേസ് എന്തായി? വേസ്റ്റ് ആയി. അതുകൊണ്ട് അത് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ വന്നു. ഈ രണ്ടാമത്തെ കേസ് വന്നാൽ എന്താണ്? ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈനാമിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. എന്നാൽ ഫുൾ മെമ്മറിയെ യൂട്ടിലൈസ് ചെയ്യില്ല. അവിടെ ഇവിടെ നമുക്ക് ഫ്രീ സ്പേസ് ഉണ്ട്, പക്ഷെ അത് കണ്ടിന്യൂസ് അല്ല. അത് കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രോപ്പറായിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പറയും വി വിൽ കോൾ ദറ്റ് സിറ്റുവേഷൻ ആസ് ദാറ്റ് വിൽ ജനറേറ്റ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റ്. അപ്പം ആദ്യത്തേത് ഫിക്സഡ് പാർട്ടീഷനിങ് ആണെങ്കിൽ അതെന്തുണ്ടാക്കും? ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ വരും. വേണ്ടതിലും കൂടുതൽ സ്ഥലം പ്രോസസ്സിന് കൊടുക്കുന്നു, അപ്പോൾ ബാക്കി സ്ഥലം വേസ്റ്റ് ആവുന്നു. രണ്ടാമത്തെ കേസിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ എന്താണ്? കുറച്ച് സ്പേസ് വേസ്റ്റ് ആയിട്ട് വരുന്നു. കംപ്ലീറ്റ്ലി മെമ്മറി യൂട്ടിലൈസ്ഡ് ആയോ? ഇല്ല. പക്ഷെ അതിനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ദാറ്റ് കണ്ടീഷൻ വി കോൾ ബൈ ദ നെയിം ആസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ആ രണ്ട് സിറ്റുവേഷൻസ്. ഇനി whenever we are discussing regarding this memory management, ഒരു core term നമ്മൾ അറിയണം. ഇറ്റ് ഈസ് ദിസ് paging. So this memory, it is divided into fixed size block called page. അപ്പം മെമ്മറിനെ ഫിക്സഡ് സൈസ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? വി കോൾ ബൈ ദ നെയിം ആസ് പേജ്. ആൻഡ് ദ ഫിസിക്കൽ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻടു ഫ്രെയിംസ് ഓഫ് ദ സെയിം സൈസ്. അപ്പം നമ്മൾ രണ്ട് ടേംസ് പഠിക്കാൻ പോവാണ്. ആദ്യത്തെ ടേം പേജിംഗ് എന്നുള്ള ടേമാണ്. നമ്മൾ എന്ത് ചെയ്തു? മെമ്മറീനെ ഫിക്സഡ് സൈസ് ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെ വിളിച്ച പേരെന്താണ്? ആൻഡ് വി കോൾ ഇറ്റ് ആസ് പേജസ്. പേജസ് എന്ന് വിളിച്ചു. പിന്നെ പറഞ്ഞു ആൻഡ് ദ ഫിസിക്കൽ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻടു ഫ്രെയിംസ് ഓഫ് ദ സെയിം സൈസ്. പിന്നെ നമ്മൾ പറഞ്ഞു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കീപ് ട്രാക്ക് ഓഫ്
all free frames and loads the processes pages into this available. അപ്പോൾ ഈ ഫ്രെയിമിലേക്കാണ് നമ്മൾ പേജുകൾ ഫിറ്റ് ആകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഈ പേജിങ് കോൺസെപ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻസ് ഒരു പരിധി വരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് that can lead to internal fragmentation വരാം, എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒഴിവാക്കി. അപ്പം അത് രണ്ടും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പം ഒരു പ്രോസസ്സിന് വേണ്ടതിലും കൂടുതൽ മെമ്മറി അലോട്ട് ചെയ്യുക. അപ്പോൾ അത് ഉപയോഗിച്ചതിൻ്റെ ബാക്ക് മെമ്മറി എന്താകുന്നു, വേസ്റ്റ് ആകുന്നു. അതിനെ നമ്മൾ ഇന്റേണൽ വിളിച്ചു. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈനാമിക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നു, പക്ഷേ എന്നാൽ അവിടെ ഇവിടെ ചെറിയ ചെറിയ സ്പേസുകൾ നമുക്ക് ഉണ്ട്, പക്ഷെ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിച്ചു? വി കോൾ ദാറ്റ് സിറ്റുവേഷൻ ആസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. റൈറ്റ്. സോ പേജിംഗ് ഉണ്ട്, മെമ്മറീനെ ഫിക്സഡ് സൈസ് ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനെ വിളിച്ച പേര് പേജ്. ദെൻ വി ആർ ഹാവിംഗ് ദിസ് ഫ്രെയിം. ഈ പേജസ് എവിടെ ഫിറ്റ് ആകുന്നത്? ഇൻ ദിസ് പേജ് ഫ്രെയിം എന്ന് നമ്മൾ പറഞ്ഞു. നൗ അനദർ ടേം, നമ്മൾ മെമ്മറി മാനേജ്മെന്റ് പറയുമ്പോൾ അടുത്ത അറിയേണ്ട ഒരു ടേം ആണ്, ഇറ്റ് ഈസ് സെഗ്മെന്റേഷൻ. Segmentation means the memory is divided into segments based upon the logical division of a program. നമുക്കറിയാം ഒരു പ്രോഗ്രാമിന് നമ്മൾ ലോജിക്കലായി ഡിവൈഡ് ചെയ്യും. നമ്മൾ കോഡെന്നും ഡേറ്റ എന്നും സ്റ്റാക്ക് എന്നൊക്കെ പറയില്ലേ? Based upon that, the logical division in this memory is divided into segments based upon its logical division of a program. അതിനെ വിളിക്കുന്ന പേരെന്താണ്? We call it as ആ പ്രോസസ്സിന് പറയുന്ന പേര് സെഗ്മെന്റേഷൻ. ഈ സെഗ്മെന്റ്സ് വരുമ്പോൾ എന്താണ്? ദാറ്റ് കൻ വേരി ഇൻ സൈസ്, ഫിറ്റിംഗ് ദ പ്രോഗ്രാം സ്ട്രക്ചേഴ്സ് ബെറ്റർ. സോ ഇഫ് യു ലുക്ക് ഓൺ ദിസ് സെഗ്മെന്റ്, ഈച്ച് സെഗ്മെന്റ് ക്യാൻ വേരി ഇൻ സൈസ്. കാരണം എന്താണ്? പലതാണ്. കാരണം ഇതെന്താണ്? ഇത് ലോജിക്കൽ ഡിവിഷൻസ് ഓഫ് എ പ്രോഗ്രാം ആണ്, പല സൈസ് ആകാം. റൈറ്റ്. ദെൻ നമുക്ക് ആ ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലോജിക്കൽ വ്യൂ ഓഫ് മെമ്മറി ക്യാൻ ബി ഈസിലി വിഷ്വലൈസ് ബൈ യൂസിങ് ദി സെഗ്മെന്റേഷൻ കോൺസെപ്റ്റ്. പക്ഷേ ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് കൻ ലീഡ് ടു എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷനിലേക്ക് പോകാം. അപ്പം നമ്മൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഫ്രെയിം എന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് പേജ്. അപ്പം നമ്മുടെ മെമ്മറീനെ ഫിക്സഡ് സൈസ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനെ വിളിച്ച പേരാണ് പേജ്. ഈ പേജ് ഫിറ്റ് ആകുന്നത് ഫ്രെയിംസിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞു സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് നമ്മൾ പറഞ്ഞു. സെഗ്മെന്റേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? വി ഹാവ് ദ ലോജിക്കൽ ഡിവിഷൻ ഓഫ് ദ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻടു സെഗ്മെന്റ്സ് ബേസ്ഡ് ഓൺ ദ ലോജിക്കൽ ഡിവിഷൻസ് ഓഫ് എ പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ ലോജിക്കൽ ഡിവിഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മെമ്മറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെഗ്മെന്റ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റേഷൻ നമ്മൾ പറഞ്ഞു. ഈ ടേംസ് ഒക്കെ നമുക്ക് അപ്പോൾ പേജ്, ഫ്രെയിം, സെഗ്മെന്റേഷൻ. ദ നെക്സ്റ്റ് ടേം ഈസ് നമ്മൾ അറിയണം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. ഇപ്പം നമ്മൾ ഫിക്സഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നോക്കുന്ന സമയത്ത് ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ അവിടെ നമ്മൾക്ക് വി ഹാവിങ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ലൈക്ക് ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് ആൻഡ് വേഴ്സ്റ്റ് ഫിറ്റ്. ഇത് മൂന്നും നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? വി ആർ ഹാവിങ് ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് ആൻഡ് വേഴ്സ്റ്റ് ഫിറ്റ്. ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലോക്കേറ്റ് ദ ഫസ്റ്റ് അവൈലബിൾ ബ്ലോക്ക് ദാറ്റ് ഈസ് ലാർജ് ഇനഫ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ വരുന്ന മൂന്ന് ടെക്നിക്സ് ആണ് ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ്. ഫസ്റ്റ് ഫിറ്റ് ആകുമ്പോൾ ഫസ്റ്റ് അവൈലബിൾ ബ്ലോക്കിനെ അസൈൻ ചെയ്യുന്നു, ദാറ്റ് ഈസ് ലാർജ് ഇനഫിനെ അസൈൻ ചെയ്യുന്നു. ബെസ്റ്റ് ഫിറ്റ് ആകുമ്പോൾ അലോക്കേറ്റ് ദ സ്മോളസ്റ്റ് ബ്ലോക്ക് ദാറ്റ് ഈസ് ലാർജ് ഇനഫ്, സ്മോളസ്റ്റ് ബ്ലോക്കിനെ കൊടുക്കുന്നു, ദാറ്റ് ഈസ് ലാർജ് ഇനഫ്. ആൻഡ് വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ അലോക്കേറ്റ്സ് ദ ലാർജസ്റ്റ് ബ്ലോക്ക് അവൈലബിൾ. വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ബ്ലോക്കിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് വൺ വി കോൾ ബൈ ദ നെയിം ആസ് വേഴ്സ്റ്റ് ഫിറ്റ്. സോ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് as well as worst fit, these are the three techniques where you can see in dynamic memory allocation. Dynamic memory allocation la namakkulla മൂന്ന് പ്രധാനപ്പെട്ട terms, the three key terms, first fit, not key terms, key techniques we call by the name as first fit, then best fit as well as worst fit. We need to allocate. അപ്പോൾ നമ്മുടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദിസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻസ് വി ഹാവിംഗ് ത്രീ ടെക്നിക്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ഫസ്റ്റ് ഫിറ്റ്, ദ നെക്സ്റ്റ് വൺ ഈസ് ബെസ്റ്റ് ഫിറ്റ് ആൻഡ് ദ തേർഡ് വൺ ഈസ് വേഴ്സ്റ്റ് ഫിറ്റ്. അങ്ങനെ മൂന്ന് മെക്കാനിസംസ് ഉണ്ട്. ഇനി അടുത്ത ഒരു ടേം നമ്മൾ അറിയണം, ഇറ്റ് ഈസ് കോമ്പാക്ഷൻ. ഈ കോമ്പാക്ഷൻ എന്തിനു വേണ്ടതാണ്? നമ്മുടെ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്ത് by relocating process to create a larger continuous block of free memory. അതായത് നമുക്കറിയാം എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം
അപ്പോൾ നമുക്ക് അതൊന്നും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ, വി ആർ ഹാവിംഗ് 2 ടൈപ്സ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സിന് നമ്മൾ ഒരു മെമ്മറിനെ അങ്ങ് അസൈൻ ചെയ്തു, പക്ഷെ ആ പ്രോസസ്സിന് ആവശ്യമുള്ളതിലും അധികം മെമ്മറി ആയിരിക്കും അസൈൻ ചെയ്തെങ്കിൽ ബാക്കി മെമ്മറി എന്താവും? വേസ്റ്റ് ആകും. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. എന്നാൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ്, പ്രോസസ്സിന് ആവശ്യമനുസരിച്ച് മെമ്മറീനെ കൊടുക്കുന്നു. എന്നാലും ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ചെറിയ ചെറിയ സ്പേസുകൾ വേസ്റ്റ് ആകാം. റൈറ്റ്, ആ വേസ്റ്റായ സ്പേസുകളെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അതിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആക്കിയാൽ, കണ്ടിന്യൂസ് ബ്ലോക്ക് ആക്കി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റൂ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കോമ്പാക്ഷൻ. മനസ്സിലായോ? അതായത് എ ടെക്നിക് ടു റെഡ്യൂസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ബൈ റീലൊക്കേറ്റിംഗ് പ്രോസസ്സസ് ടു ക്രിയേറ്റ് എ ലാർജർ കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് ഫ്രീ മെമ്മറി. ഇപ്പം പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3, ഈ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് കുറച്ച് സ്പേസ്, ഫ്രീ സ്പേസ് ഉണ്ട്. ഓക്കെ, ദെൻ അത്ര, പിന്നെ നമ്മൾ 3 കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെന്ന് വെച്ചാൽ, അപ്പം നമുക്കിതിനെ ഒന്ന് റീഅലോക്കേറ്റ് ചെയ്താൽ ചിലപ്പോൾ 1 കഴിഞ്ഞിട്ട് 2 അവിടെ ഫിറ്റ് ആയെങ്കിൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? 3 ബാക്കി സ്പേസ് എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ സ്പേസിനെ യൂട്ടിലൈസ്. നിങ്ങൾ അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞതാണ് കേട്ടോ. സോ പ്ലീസ് ടേക്ക് ദാറ്റ് കോൺസെപ്റ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ദാറ്റ് കോൺസെപ്റ്റ്സ് വി കോൾ ബൈ ദ നെയിം ഈസ് കോമ്പാക്ഷൻ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പാക്ഷൻ. നമ്മൾ പലപ്പോഴും ടെക്നിക്കൽ ടേംസ് പറയുമ്പോൾ നമുക്ക് ഇത്രയും അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളത് ടെക്നിക്കലി തന്നെ മനസ്സിലാക്കുക. എ ടെക്നിക് ടു റെഡ്യൂസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ബൈ റീലൊക്കേറ്റിംഗ് പ്രോസസ്സസ് ടു ക്രിയേറ്റ് ലാർജ് കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് ഫ്രീ മെമ്മറി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് കോമ്പാക്ഷൻ. ആ ഒരു ടേം അറിയണം കേട്ടോ, ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ ചോദിക്കാം. ദെൻ ജസ്റ്റ് ഒന്നും കൂടി, എന്താണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ, എന്താണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ? ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ occurs when a memory block allocated to a process is larger than the memory actually requested by the process. ആ പ്രോസസ്സിന് ആവശ്യമുള്ളതിലും അധികമാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി എങ്കിൽ ബാക്കി മെമ്മറി സ്പേസ് വേസ്റ്റ് ആകുന്നു. ആ അൺയൂസ്ഡ് പോർഷൻ ഓഫ് ദ മെമ്മറി ബ്ലോക്ക് ഈസ് വേസ്റ്റഡ്. അത് നമ്മുടെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മെമ്മറി യൂട്ടിലൈസേഷന് കാരണമാകുന്നു. അതിനെ നമ്മൾ വിളിച്ച പേരാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. എന്നാൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ occurs when free memory is scattered in small blocks throughout the system. അവിടെ ഇവിടായിട്ടൊക്കെ നമുക്ക് എന്താണ് കുറച്ച് സ്പേസുകൾ ഉണ്ട്. Even though there is enough total free memory to satisfy a process request, it cannot be allocated because the free memory is not contiguous. അവിടെ ഇവിടായിട്ടൊക്കെ ചെറിയ സ്പേസുകൾ ഉണ്ട്. പക്ഷേ കണ്ടീജിയസ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. അതിനെ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ വിളിച്ചു. ഓക്കെ, അപ്പം ഈ സെഷൻ, ഇൻ ദിസ് സെഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? മെമ്മറി മാനേജ്മെന്റ്, മെമ്മറി അലോക്കേഷൻ, ഫിക്സഡ് അലോക്കേഷൻ, then again we are having dynamic allocations. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് കീ ടേംസ് ആയിട്ടുള്ള പേജിങ്, ഫ്രെയിംസ്, സെഗ്മെന്റേഷൻ പഠിച്ചു. then after that internal fragmentation എന്താണ്, external fragmentation എന്താണ്, പിന്നെ അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് ആൻഡ് ബേസ്റ്റ് ഫിറ്റ് ഇൻ ദ കേസ് ഓഫ് ഡൈനാമിക് അലോക്കേഷൻ. ഓക്കെ, നമുക്കിനി we will do some multiple choice question. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, ദറ്റ് ഈസ് വെർച്വൽ മെമ്മറി കോൺസെപ്റ്റ്, അല്ലേ? ഈ വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ വെർച്വൽ മെമ്മറി ഈസ് എ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്. അപ്പോൾ ആ വെർച്വൽ മെമ്മറി കോൺസെപ്റ്റ് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പം നമ്മുടെ മെമ്മറിയിലും, അല്ലെ, നമുക്കൊരു സ്മോൾ പ്രൈമറി മെമ്മറിയാണ്, അല്ലേ? പക്ഷെ നമുക്കൊരു വലിയ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ജോലി? എന്താണ്? ദറ്റ് സ്വാപ്പ് ബിറ്റ്വീൻ ദിസ് പ്രൈമറി, വേണ്ട ഭാഗങ്ങളെ പ്രൈമറിയിൽ നിർത്തിക്കൊണ്ട് ബാക്കിനെ സെക്കൻഡറിയിലേക്ക് വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നു, അല്ലേ? അങ്ങനെ നമുക്കൊരു ഫീലിംഗ് പ്രോഗ്രാമർക്ക് കിട്ടുന്നു, ഇത്രയും സ്പേസ്, അല്ലെ ഇത്രയും മെമ്മറി നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വി കോൾ ഇറ്റ് ആസ് വെർച്വൽ മെമ്മറി. സോ വെർച്വൽ മെമ്മറി is a memory management technique that gives an application the illusion of a large contiguous memory space even if the physical memory is small. Physical memory small ആണെങ്കിലും നമുക്കൊരു ഫീൽ, the programmer will get a feel that we are having large contiguous memory. It allows the execution of process that may not be completely in memory. അതായത് പ്രൈമറിയും സെക്കൻഡറി ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കൊരു ഇല്യൂഷൻ തരുന്നു. We are having a large contiguous memory. അതിന് വിളിക്കുന്ന പേരാണ്, we call that concept as what? Virtual memory concept.
ഇനി നമ്മൾ നേരത്തെ പഠിച്ച പേജിംഗ് ഇൻ വെർച്വൽ മെമ്മറി ഇറ്റ് സിമിലർ ടു ദ ഫിസിക്കൽ പേജിംഗ് ബട്ട് പേജസ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ ഡിസ്ക്. എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും? സെക്കൻഡറിയിൽ. നമുക്ക് പറഞ്ഞു ആദ്യത്തെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പ്രൈമറി മെമ്മറി മാത്രമാണ് പറഞ്ഞത്, പേജിങ്ങും ഫ്രെയിമും ഒക്കെ പറഞ്ഞപ്പോൾ. ഇവിടെ വന്നപ്പോൾ നമുക്ക് എന്താണ് വെർച്വൽ മെമ്മറി കോൺസെപ്റ്റ്സ് വെൻ വി ആർ ഡിസ്കസിംഗ് വി ഹാവിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് ബോത്ത് പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി. സെക്കൻഡറിയുടെ കോൺസെപ്റ്റ് കൂടെ വരും. അവിടെ ആണല്ലോ സ്വാപ്പ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം സിമിലർ ടു ഫിസിക്കൽ മെമ്മറി പേജിംഗ് ബട്ട് പേജസ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ സെക്കൻഡറി. സെക്കൻഡറിയിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കറിയാം വെൻ എ പ്രോസസ് ട്രൈ ടു ആക്സസ് എ പേജ്, ഒരു പ്രോസസ്സ് ഒരു പേജിനെ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ അത് ആദ്യം നമുക്ക് നോക്കാം എവിടെയാണ്, വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഓൺ ദ പ്രൈമറി. ഇഫ് ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഓൺ ദ ഫിസിക്കൽ മെമ്മറി, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എ പേജ് ഫോൾട്ട് വിൽ ഒക്കർ, പേജ് ഫോൾട്ട് ഒക്കർ ചെയ്യും. സോ ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ്സ് ദ റിക്വയർഡ് പേജ് ഫ്രം ദ ഡിസ്ക് ഇൻ ടു ദ റാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന പ്രോസസ് എന്താണ്? ഡിസ്കിൽ നിന്ന് ആ പേജിനെ എടുത്ത് അല്ലെങ്കിൽ സെക്കൻഡറിയിൽ നിന്ന് ആ പേജിനെ എടുത്ത് എങ്ങോട്ടേക്ക് കൊണ്ടുവെക്കുന്നു? പ്രൈമറിയിലേക്ക് കൊണ്ടുവെക്കുന്നു. സോ ദാറ്റ്സ് എ കോൺസെപ്റ്റ് ദാറ്റ്സ് റിലേറ്റഡ് ടു പേജിംഗ് ഇൻ വെർച്വൽ മെമ്മറി. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച നമ്മളുടെ ഫിസിക്കൽ മെമ്മറി പേജിങ്ങും അട്ട് സെയിം തന്നെയാണ്. പക്ഷെ പേജുകൾ എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കുന്നു? സെക്കൻഡറിയിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നു. പിന്നെ ഇവിടെ പുതിയൊരു ടേം കൂടെ നമ്മൾ പഠിച്ചു, പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞു. അപ്പം പ്രോസസ്സർ ഒരു പേജ് നോക്കുന്നു. ഇഫ് ദാറ്റ് പേജ് ഇസ് അവൈലബിൾ വിത്ത് ദ ഫിസിക്കൽ മെമ്മറി, ഓക്കെ ഫൈൻ, നോ ഇഷ്യൂ. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡറിയിൽ നിന്ന് അതിനെ എടുത്ത് പ്രൈമറിയിലേക്ക് വെക്കുന്നു. അപ്പോൾ ആ പേജ് ഇല്ലെങ്കിൽ അവിടെ ഒക്കർ ചെയ്യുന്ന എന്താണ്? പേജ് ഫോൾട്ട് വിൽ ഒക്കർ. സോ അറ്റ് ദാറ്റ് ടൈം വാട്ട് വി വിൽ ഡു? ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ്സ് the page from the secondary to the primary. Secondary memory എന്നെടുത്ത് പ്രൈമറിയിലേക്ക് പോലെ ഹാർഡ് ഡിസ്കിൽ നിന്നെടുത്ത് മെമ്മറിയിലേക്ക് പ്രൈമറി മെമ്മറിയിലേക്ക് വെക്കുന്നു. So that one we call by the name as paging in virtual memory concept. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് നമുക്കറിയണം. ഇറ്റ് ഈസ് ഡിമാൻഡ് പേജിംഗ്. So demand paging means the pages are loaded into the memory only when they are needed. വേണ്ട സമയത്ത് മാത്രം നമ്മൾ അതിനെ ലോഡ് ചെയ്യുന്നു. നോട്ട് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്നില്ല. ബട്ട് വി ലോഡ് ഇറ്റ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ഓൺലി. ആൻഡ് ദാറ്റ് കണ്ടീഷൻ വി കോൾ ബൈ ദി നെയിം എസ് ഡിമാൻഡ് പേജിംഗ്. അതിനെ വിളിച്ച പേരെന്താണ്? ഡിമാൻഡ് പേജിംഗ് എന്ന് വിളിച്ചു. അപ്പം ഡിമാൻഡ് പേജിംഗ് മീൻസ് ദ പേജസ് ആർ ലോഡഡ് ഇൻ ടു ദ മെമ്മറി ഓൺലി വെൻ ദേ ആർ നീഡഡ്. പേജുകളെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു എപ്പോഴാണ്? when they are required only, and that condition we call by the name as demand paging. അതിനെ നമ്മൾ വിളിച്ച പേരാണ് demand paging. ഇനി അടുത്തത് ത്രാഷിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. വാട്ട് ഈസ് ത്രാഷിംഗ്? ത്രാഷിംഗ് എന്ന് പറഞ്ഞാൽ when the system spends more time swapping pages in and out of the memory than executing process, leading to a significant performance drop. അതായത് ഈ നമ്മൾ പറഞ്ഞു ത്രാഷിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യുന്നു? കൂടുതൽ സമയവും മെമ്മറി സ്വാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പേജുകളെ. മോർ ടൈം ഇൻ സ്വാപ്പിംഗ് പേജസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് മെമ്മറി. മെമ്മറിയിലേക്ക് വെക്കാനും മെമ്മറിയിൽ നിന്ന് പുറത്തേക്ക് വെക്കാൻ ആ സ്വാപ്പിംഗ് പ്രോസസ്സിന് വേണ്ടി കൂടുതൽ ടൈം എടുക്കുന്നു. അല്ലാതെ അതിൻ്റെ എക്സിക്യൂഷൻ എടുക്കുന്നതിലും കൂടുതൽ ടൈം നമ്മൾ സ്വാപ്പിംഗ് പ്രോസസ്സുകൾക്ക് വേണ്ടി എടുത്താൽ ആ ഒരു കണ്ടീഷൻ അത് ശരിക്കും എന്താണ്? ഒരു പെർഫോമൻസ് ഡ്രോപ്പാണ്. ആ ഒരു കണ്ടീഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രാഷിംഗ്. ഒന്ന് നോട്ട് ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. occurs when the system spends more time swapping pages in and out of memory than executing processes, leading to a significant performance drop. അതൊരു significant performance drop ആണ്. റൈറ്റ്. ഇനി അടുത്ത ഒരു ടേം segmentation with paging. It combines both segmentation and paging. Segmentation with paging എന്ന് പറഞ്ഞാൽ ലോജിക്കൽ കോൺസെപ്റ്റ്സും കൂടെ അവിടെ വന്നു. സോ ഫിക്സഡ് സൈസ് ബ്ലോക്ക് along with that logical view. ആ ഒരു ലോജിക്കലും ഫിക്സഡ് സൈസ് ബ്ലോക്കുമായിട്ടും ഡിവൈഡ് ചെയ്യുന്നു. ആ രണ്ട് കോൺസെപ്റ്റ്സും കൂടി നമുക്ക് അവിടെ വരുന്നു. സോ ദാറ്റ് വൺ വി കോൾ ബൈ ദി നെയിം as segmentation with paging. So the combines both segmentation and paging to leverage the benefits of both. Each segment is divided into pages which can be loaded into any available frame in the memory. So it can be loaded into any available frame. Each segment, ഓരോ സെഗ്മെന്റ് നമുക്കറിയാം, സെഗ്മെന്റ് അറിയാം, നമുക്കറിയാം ആ ഒരു ലോജിക്കൽ പാർട്ടീഷനിങ്. അതിനകത്ത് പിന്നെ നമ്മൾ എന്താണ്? അതിനെ പിന്നെ നമ്മൾ പേജുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഏത് ഫ്രെയിംസിലേക്ക് വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഫ്രെയിംസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ലോഡ് ദീസ് പേജസ്. സോ ദാറ്റ് വൺ വി കോൾ ബൈ ദി നെയിം as segmentation with paging. ഇത് കുറച്ച് സിമ്പിൾ കോൺസെപ്റ്റ്സ് ആണ്. അതും കൂടി നമ്മളൊന്ന് അറിഞ്ഞ് ഇരിക്കണം. ഇനി നമുക്കറിയാം പേജസ് ഉണ്ട്.
അല്ലേ? അപ്പം നമ്മുടെ മെമ്മറിയിലേക്ക് നമ്മൾ പേജുകളെ എടുക്കുന്നു. എപ്പോഴാണ് നമ്മൾക്ക് ഈ പേജുകളെ റിമൂവ് ചെയ്യേണ്ടത്? സോ വി ആർ ഹാവിങ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ്. കുറേ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ഇപ്പം ഒരു പേജ് നമ്മളെടുത്ത് മെമ്മറിയിലേക്ക് വെക്കുന്നു, അതിനെ റീപ്ലേസ് ചെയ്യുന്നു, പുതിയ പേജുകളെ എടുക്കണം, പുതിയ പേജുകളെ വെക്കണം. അത് എന്ത് കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ടാണ്, എന്ത് അൽഗോരിതംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആ അൽഗോരിതത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. സോ ദ ഡിഫറെന്റ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് ആർ ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ്, first in first out, optimal page replacement, as well as clock algorithm. These are examples of what page replacement algorithm. ഒന്ന് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്, ഏത് പേജാണോ ഏറ്റവും കുറച്ച് അടുത്ത സമയത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ, അല്ലെങ്കിൽ റീപ്ലേസ് എ പേജ് ദാറ്റ് ഹാസ് നോട്ട് ബീൻ യൂസ് ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം. കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കാത്ത ഏത് പേജാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, റീപ്ലേസ് ദ ഓൾഡസ്റ്റ് പേജ് ഇൻ ദ മെമ്മറി. ഫസ്റ്റ് ഇൻ പണ്ട് വന്നത് അതനുസരിച്ച് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇനി ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് ഉണ്ട്, റീപ്ലേസസ് ദ പേജ് ദാറ്റ് വിൽ നോട്ട് ബി യൂസ് ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം ഇൻ ദ ഫ്യൂച്ചർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇത് കൂടാതെ വി ഹാവിംഗ് എ ക്ലോക്ക് അൽഗോരിതം. ഇറ്റ്സ് എ മോർ എഫിഷ്യന്റ് അപ്രോക്സിമേഷൻ ഓഫ് ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് യൂസിങ് എ സർക്കുലർ ക്യൂ. എല്ലാവരുടെ ഒരു വേരിയന്റ് ബൈ യൂസിങ് സർക്കുലർ ക്യൂ യൂസ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ലീസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തതിനെ സർക്കുലർ ക്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ആ ഒരു അൽഗോരിതത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? വി കോൾ ദാറ്റ് അൽഗോരിതം ആസ് ക്ലോക്ക് അൽഗോരിതം. ഈ ക്ലോക്ക് അൽഗോരിതം എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്? ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ പേജ് റീപ്ലേസ്മെന്റ്. പേജ് റീപ്ലേസ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് അൽഗോരിതംസ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് least recently used, LRU. The next one is first in first out വന്നു. അടുത്തത് ഏതാണ്? Optimal page replacement. And finally we are having clock algorithms. ഇതെല്ലാം എന്താണ്? Different page replacement algorithms ആണ്. Now let's see. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യണം അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ വാട്ട് ഈസ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ? ആ ടേം കേൾക്കുമ്പം തന്നെ നമുക്കറിയാം ആവശ്യമുള്ളതിലും കൂടുതൽ അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? സ്പേസ് വേസ്റ്റ് ആയി. നോക്കാം. വേസ്റ്റഡ് മെമ്മറി ഇൻസൈഡ് ആൻ അലോക്കേറ്റഡ് ബ്ലോക്ക്, വേസ്റ്റഡ് മെമ്മറി ബിറ്റ്വീൻ അലോക്കേറ്റഡ് ബ്ലോക്ക്, memory that is not allocated to any process, and memory that is shared between process. So we know that it is nothing but the answer is it's a wasted memory inside an allocated block. ഒരു പ്രോസസ്സിന് നമ്മൾ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു, അത്രയും ആ പ്രോസസ്സിന് ആവശ്യമില്ല. സോ സം പോർഷൻ ഗെറ്റ് വേസ്റ്റഡ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് we call it as internal fragmentation. Then next, what techniques can be used to reduce external fragment? നമ്മൾ ഡൈനാമിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അലോക്കേറ്റ് ചെയ്തു. അതായത് പ്രോസസ്സിന് ആവശ്യം അനുസരിച്ച് സ്ഥലം കൊടുത്തു. പക്ഷെ അന്നേരവും നമുക്ക് എന്താണ്? വി ഹാവിംഗ് എ സിറ്റുവേഷൻ ദാറ്റ് ഇസ് കോൾഡ് ബൈ ദി നെയിം ഓഫ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റ്. ചെറിയ ചെറിയ സ്പേസുകൾ എന്നാലും വേസ്റ്റ് ആകാം. അപ്പോൾ ഈ ചെറിയ സ്പേസുകൾ എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു കണ്ടീജിയസ് ലൊക്കേഷനായി നമുക്ക് വീണ്ടും പ്രോസസ്സുകളെ സ്റ്റോർ ചെയ്യാനും പറ്റും, അല്ലേ? അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ പ്രോബ്ലം ഉണ്ട്. അതിനുള്ള സൊല്യൂഷൻ വാട്ട് ടെക്നിക് ക്യാൻ ബി യൂസ് ടു റിഡ്യൂസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ? എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്? ഫിക്സഡ് പാർട്ടീഷനിങ് കൊണ്ട് നോ, ഇൻക്രീസിംഗ് ബ്ലോക്ക് സൈസ് നോ, ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ നോ. ദ ആൻസർ ഈസ് പേജിങ്. ഫിക്സഡ് സൈസ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചൊക്കെ ഏത് ഒഴിവാക്കാൻ പറ്റും? യു ക്യാൻ റിഡ്യൂസ് ദിസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Let's see the third question. In which memory management scheme do processes have to be allocated contiguous block of memory? ഇതിൽ ചോദിക്കുന്നത് ഏത് മെമ്മറി മാനേജ്മെന്റ് സ്കീമിലാണ് പ്രോസസ്സുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലോക്ക് ഓഫ് മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ പഠിച്ചു 2 types ഓഫ് മെമ്മറി അലോക്കേഷൻ, ഫിക്സഡ് ആൻഡ് ഡൈനാമിക്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത് എവിടെയാണ്? കണ്ടിന്യൂസ് ബ്ലോക്സ് ഓഫ് മെമ്മറി ഹാവ് ടു ബി അലോക്കേറ്റഡ് ഇൻ വിച്ച് വൺ? പേജിംഗ് ആണോ അല്ല, സെഗ്മെന്റേഷൻ ആണോ അല്ല, ഫിക്സഡ് പാർട്ടീഷനിങ്. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫിക്സഡ് പാർട്ടീഷനിങ്. നെക്സ്റ്റ്, which of the following is true about virtual memory? നമ്മൾ പഠിച്ച virtual മെമ്മറിനെ ബേസ് ചെയ്തിട്ട് ട്രൂ ഏതാണ്? It allows processes to run even if they are not completely in memory. It's a type of physical memory. No. It is slower than RAM but faster than disk storage. No. It eliminates the need for a hard disk. No. So the right answer is
Which of the following is true about virtual memory? It allows processes to run even if they are not completely in memory. അല്ലേ, ഫുള്ള് മെമ്മറിയിൽ അല്ലെങ്കിലും പ്രോസസ്സുകളെ റൺ ചെയ്യാൻ സഹായിക്കുന്ന കോൺസെപ്റ്റാണ് വെർച്വൽ മെമ്മറി. അവിടെ സ്വാപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആരൊക്കെ തമ്മിലാണ്? ബിറ്റ്വീൻ ദ പ്രൈമറി മെമ്മറി ആൻഡ് ദ സെക്കൻഡറി മെമ്മറി. അല്ലെ, മെമ്മറിയും ഡിസ്ക് അല്ലെ പ്രൈമറി ഫിസിക്കൽ മെമ്മറിയും ഡിസ്കുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വാപ്പ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ആൻസർ എ. ഇറ്റ് അലൗ പ്രോസസ്സസ് ടു റൺ ഈവൻ ഇഫ് ദേ ആർ നോട്ട് completely in memory. Next question, which page replacement algorithm replaces the page that will not be used for longest period of time in future? നമ്മൾ പല പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം കണ്ടു. അതിൽ ഏത് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആണ് that replace the page that will not be used for longest period of time? കുറെ അധികം നാളായിട്ട് ഉപയോഗിക്കാത്ത പേജിനെ റിമൂവ് ചെയ്യുന്ന ഏത് അൽഗോരിതം ആയിരുന്നു? ഇറ്റ് ഈസ് ദിസ് ഒപ്റ്റിമൽ. ദി നെയിം ഓഫ് ദാറ്റ് അൽഗോരിതം ഈസ് ഒപ്റ്റിമൽ. നോക്ക, തെറ്റിപ്പോണ്ട. വിച്ച് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം റീപ്ലേസസ് ദ പേജ് ദാറ്റ് വിൽ നോട്ട് ബി യൂസ് ഫോർ ദ ലോങ്ങസ്റ്റ് പീരിയഡ് ഓഫ്, അത് നമ്മൾക്കുണ്ട്. പിന്നെ ലോങ്ങസ്റ്റ് പീരിയഡ് ഓഫ് ടൈം ഇൻ ദ ഫ്യൂച്ചർ നമ്മൾ നോക്കിയാൽ ഏതാണ്? ഇറ്റ് ഈസ് ദിസ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് എ പേജ് ഫോൾട്ട്? പേജ് ഫോൾട്ട് എപ്പോഴാ? പ്രോസസ്സർ ഒരു പേജ് ഫിസിക്കലിലേക്ക് നോക്കി, ഉണ്ടോ നോക്കി, ഇല്ല, ഇല്ലെങ്കിൽ ദാറ്റ് സിറ്റുവേഷൻ വി കോൾ ബൈ ദി നെയിം ആസ് പേജ് ഫോൾട്ട്. നോക്കാം, ആക്സസിംഗ് എ പേജ് ദാറ്റ് ഈസ് നോട്ട് കറന്റ്ലി ഇൻ മെമ്മറി, ആക്സസിംഗ് എ പേജ് ദാറ്റ് ഈസ് ഇൻ മെമ്മറി, നോ. റണ്ണിംഗ് എ പ്രോസസ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻ മെമ്മറി, നോ. അലോക്കേറ്റിംഗ് മെമ്മറി വിതിൻ എ പേജ്, നോ. ദ ആൻസർ ഈസ് ആക്സസിംഗ് എ പേജ് ദാറ്റ് ഈസ് നോട്ട് കറന്റ്ലി ഇൻ ദ മെമ്മറി. ഒരു പേജിനെ ആക്സസ് ചെയ്തു, അത് മെമ്മറിയിൽ കറന്റ്ലി അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്തു? ദാറ്റ് വിൽ ജനറേറ്റ് എ പേജ് ഫോൾട്ട്. അതാണ് ഒരു പേജ് ഫോൾട്ട് ജനറേറ്റ് ചെയ്യുന്നത്. So the next question, what is the main advantage of the buddy system in memory allocation? ഇപ്പോൾ മെമ്മറി അലോക്കേഷനിൽ ഒരു ബഡി സിസ്റ്റം കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചത്. സോ ഇറ്റ് റെഡ്യൂസസ് ഇന്റേർണൽ ഫ്രാഗ്മെന്റേഷൻ, it reduces external fragmentation, it simplifies the merging of free blocks, and it increases the size of memory blocks. So the right answer for this, the main advantage buddy system എന്ന് പറഞ്ഞാൽ എന്തിനാണ്? മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഫ്രീ ബ്ലോക്കുകൾ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് സിംപ്ലിഫൈ ദ മെർജിങ് ഓഫ് ഫ്രീ ബ്ലോക്ക്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് മെമ്മറി മാനേജ്മെന്റ് സ്കീം യൂസസ് എ പേജ് ടേബിൾ to map logical addresses to physical address? നമുക്കറിയാം, ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യുന്നു. ആ സ്കീം നമുക്കറിയാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പേജിംഗ്. വിച്ച് മെമ്മറി മാനേജ്മെന്റ് സ്കീം യൂസസ് എ പേജ് ടേബിൾ ടു മാപ്പ് ലോജിക്കൽ അഡ്രസ്സസ് ടു, പേജ് ടേബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് പേജ് ടു ദാറ്റ് നമുക്കൊരു ലോജിക്കൽ അഡ്രസ്സ് ഉണ്ട്, അതിനെ നമുക്ക് ആക്ച്വലി എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമുക്ക് ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ്, നമുക്കറിയാം TLB ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം ആ ആക്ച്വൽ ആയിട്ടുള്ള നമ്മളുടെ ആ വെർച്വൽ അഡ്രസ്സിനെ നമ്മൾക്ക് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം? ആ ലോജിക്കൽ അഡ്രസ്സിൽ നിന്നുകൊണ്ട് ആ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് പോകാൻ വേണ്ടി which memory management scheme uses a page table to map logical addresses to physical address? ഏതാണ്? പേജിംഗ് തന്നെയാണ് അതിന്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ 9. വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ ട്രാൻസ്ലേഷൻ ലുക്കസ്? നമ്മളിവിടെ TLB in virtual. അപ്പോൾ വെർച്വൽ മെമ്മറി കോൺസെപ്റ്റ് പറയുമ്പോൾ വി ആർ ഹാവിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് TLB. ആ TLB എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയാം? ടു സ്പീഡ് അപ്പ് ദ ട്രാൻസ്ലേഷൻ ഓഫ് വെർച്വൽ അഡ്രസ് ടു ഫിസിക്കൽ. നമുക്ക് ആ വെർച്വൽ അഡ്രസ് ഉണ്ട്, ആ വെർച്വൽ അഡ്രസ്സിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങോട്ടേക്ക് പോകണം? ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് വരണം. അത് സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? വി ആർ മേക്കിംഗ് യൂസ് ഓഫ് TLB. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ടു സ്പീഡ് അപ്പ് ദ ട്രാൻസ്ലേഷൻ ഓഫ് വെർച്വൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ്. Now the next question, what is thrashing in the context of virtual memory? Thrashing നമ്മൾ കണ്ടു. thrashing എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ആ സ്വാപ്പിങ്ങിന് വേണ്ടി കൂടുതൽ ടൈം എടുക്കുന്നു എക്സിക്യൂഷനെ കാട്ടിലും. എ സ്റ്റേറ്റ് വെയർ ദ സിസ്റ്റം സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ടൈം സ്വാപ്പിംഗ് പേജസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ മെമ്മറി. അത് തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് as thrashing. മറ്റ് പ്രോസസ് ഓഫ് ഡിവൈഡിങ് മെമ്മറി ഇൻടു പേജസ്, നോ. പേജിംഗ് എന്ന് പറഞ്ഞു അലോക്കേറ്റിംഗ് മോർ മെമ്മറി ടു എ പ്രോസസ് ദാറ്റ് ഇറ്റ് നീഡ്സ്, നോ. എ മെത്തേഡ് ഓഫ് പേജ് റീപ്ലേസ്മെന്റ്. സോ ത്രാഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടുതലും സ്വാപ്പിംഗ് ആണ്. പേജുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു.
എന്തിനേക്കാൾ കൂടുതൽ? ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനേക്കാൾ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വൺ വി കോൾ ബൈ ദ നെയിം എസ് ത്രാഷിംഗ്. അതിനെ നമ്മൾ വിളിക്കുന്ന കോൺസെപ്റ്റിനെ വിളിച്ച പേരെന്താണ്? വി കോൾ ഇറ്റ് എസ് ത്രാഷിംഗ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിനെക്കുറിച്ച് അറിയണം? യു ഹാവ് ടു നോ റിഗാർഡിംഗ് മെമ്മറി മാപ്പ്, മെമ്മറി മാനേജ്മെൻറ്റ്, മെമ്മറി അലോക്കേഷൻ, ഫിക്സഡ്, ഡൈനാമിക് അറിയണം. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം, നമ്മുടെ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. ദെൻ യു ഹാവ് ടു നോ ദ കോൺസെപ്റ്റ് ഓഫ് പേജിങ് കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം. സെഗ്മെൻറ്റേഷൻ അറിയണം. ദെൻ വെർച്വൽ മെമ്മറി കോൺസെപ്റ്റ്, വെർച്വൽ മെമ്മറി പഠിക്കണം. വെർച്വൽ മെമ്മറി പഠിക്കുന്ന സമയത്ത് ഷുഡ് ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് വാട്ട് ഈസ് ദറ്റ് ലോജിക്കൽ അഡ്രസ്, വെർച്വൽ ടു ഫിസിക്കൽ ട്രാൻസ്ലേഷൻ, നമ്മുടെ ആക്ച്വൽ അഡ്രസ്സിലേക്കുള്ള ട്രാൻസ്ലേഷൻ എന്താണ്, TLB എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ദെൻ യു ഹാവ് ടു നോ വാട്ട് ഈസ് ത്രാഷിംഗ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ദ നെക്സ്റ്റ് വി വിൽ ഡീൽ വിത്ത് ദ ഫയൽ സിസ്റ്റം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഫയൽ സിസ്റ്റം ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.